നമ്മുടെ നാട്ടിലുള്ള ആളുകൾ മഹാന്മാരാണെന്ന് പറയപ്പെടുന്നവരുടെയും അല്ലാത്തവരുടെയും ഒക്കെ മരണം നടന്നാൽ അവരുടെ ഖബറുകളെ വലിയ ഉയരത്തിൽ കെട്ടിപ്പൊക്കുകയാണ്. ഇസ്ലാം വിരോധിച്ച കാര്യമല്ലേ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഒരു ഖബറുകൾ ഈ വിധത്തിലാക്കി തീർക്കുവാൻ നിമിത്തമായി മാറുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഖബറിന്മേൽ ഒരു ചാണിലപ്പുറം പടുത്തുയർത്താൻ പാടില്ല. ഒരു ചാണ് മാത്രമേ ഖബർ ഭൂമിയിൽ നിന്ന് ഉയരാൻ പാടുള്ളൂ. അത് ഖബറാണെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണത്. ആരുടെ ഖബറാണെങ്കിലും സമമാണ്. നബിയുടേതാണെങ്കിലും വലിയൻ്റെതാണെങ്കിലും ആരുടേതാണെങ്കിലും ഒരാളുടെയും ഖബർ ഭൂമിയുടെ സമതലത്തിൽ നിന്ന് ഒരു ചാണിലപ്പുറം ഉയരാൻ പാടില്ല. പ്രത്യേകം നമുക്ക് പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞതായി കാണുവാൻ സാധിക്കും. ഉദാഹരണമായി ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ കൃത്യമായി പറഞ്ഞു, ഖബർ കുഴിച്ച മണ്ണിൽ നിന്ന് പുറത്തുനിന്ന് മണ്ണ് കൊണ്ടുവന്നതിലേക്ക് നിറക്കരുത്, ഖബർ കുഴിച്ചെടുത്ത മണ്ണ് തന്നെ മറച്ചാൽ മതി. കാരണം അതിൽ നിന്ന് കുഴിച്ചെടുത്തിട്ടുള്ള ആ മണ്ണ് കൊണ്ട് ഫില്ല് ചെയ്താൽ തന്നെ ഒരു ചാൺ ഉയരത്തോളം അതങ്ങനെ പൊങ്ങി നിന്നോളും. ഖബറാണെന്ന് മനസ്സിലാക്കാൻ ഭൂമിയുടെ സമതലത്തിലായാൽ ഖബറാണെന്ന് മനസ്സിലാവൂല. എന്തിനാ ഖബറാണെന്ന് മനസ്സിലാക്കപ്പെടുന്നത്? പല മര്യാദകളുമുണ്ട് ഖബറിന്റെ സമീപത്ത് ഒരു മുസ്ലിമിന് പാലിക്കുവാൻ. അതിന്മേൽ ചവിട്ടാൻ പാടില്ല, ഇരിക്കാൻ പാടില്ല, മലമൂത്ര വിസർജനം നിർവഹിക്കാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഖബറിന്റെ മേൽ ചെയ്യുവാൻ പാടില്ല. അതിനെ ചുംബിക്കുവാൻ പാടില്ല. ഒരു ഖബറിനെയും ചുംബിക്കരുത്, ഒരു ഖബറിനെയും തൊട്ട് വന്ദിക്കരുത്, ഒരു ഖബറിന്റെയും മുമ്പിൽ സുജൂദ് ചെയ്യരുത്, ഒരു ഖബറും തവാഫ് ചെയ്യപ്പെടരുത്. അതേപോലെ ഒരു ഖബറിന്റെ മുകളിലും പട്ടുകൊണ്ടോ മറ്റു വസ്ത്രങ്ങൾ കൊണ്ടോ മൂടപ്പെടരുത്. ഒരു ഖബറിന്മേലും പ്രത്യേകമായ നിലക്കുള്ള എഴുത്തുകൾ രേഖപ്പെടുത്തി വെക്കരുത്. ഒരു ഖബറിന്റെ സമീപത്തും വിളക്ക് കൊളുത്തരുത്. വിളക്ക് കൊളുത്തരുത് എന്ന് പറയുമ്പോൾ പുണ്യം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇന്ന് ആളുകൾ ഖബറിന്റെ സമീപത്ത് നിലവിളക്കുകൾ കൊളുത്തുന്നത്. അതിലേക്ക് എണ്ണ നേർച്ചയാക്കുന്നു, അതിൽ തിരിയിട്ട് കത്തിക്കുന്നു. തൻ്റെ രോഗം മാറുവാനും ഉദ്ദേശങ്ങൾ സഫലീകരിക്കുവാനും അപകടങ്ങളിൽ നിന്ന് മോക്ഷം ലഭിക്കുവാനും ഒക്കെയുള്ള ഉദ്ദേശം കൊണ്ട് ആരുടെ പേരിലാണോ ഖബറുള്ളതെങ്കിൽ ആ മഹാത്മാവിന്റെ പ്രത്യേകമായ തിരുനോട്ടം തന്നിൽ കിട്ടുവാനും ആ മഹാത്മാവിനെ ഞാൻ ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് അഥവാ അദ്ദേഹത്തിന്റെ ഖബറൊന്ന് കെട്ടിപ്പടുത്ത് അതിന്മേൽ വസ്ത്രം കൊണ്ടൊന്ന് മൂടി ബഹുമാനിച്ച് അവിടെ ചന്ദനത്തിരി കത്തിച്ച് ബഹുമാനിച്ച് അതിന്മേൽ പുഷ്പം ചാർത്തി ബഹുമാനിച്ച് അവിടെ വിളക്ക് കൊളുത്തി ബഹുമാനിച്ച് ആ വിധത്തിലൊക്കെ അലങ്കരിച്ചാൽ ആ മഹാത്മാവ് എന്നെ തൃപ്തിപ്പെട്ട് എന്റെ ഉദ്ദേശം എന്താണോ ആ കാര്യം അള്ളാഹുവിനോട് റെക്കമെൻഡ് പറഞ്ഞ് എനിക്ക് നേടിത്തരും എന്ന വിശ്വാസത്തോടെയാണ് ആളുകൾ ഇന്ന് ഖബറുകളെ ഇപ്രകാരമുള്ള ആരാധനാലയങ്ങളാക്കി മാറ്റുന്നത്. ഇത് ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം. അമുസ്ലിമീങ്ങൾ അവരുടെ വിഗ്രഹങ്ങളുടെ മുമ്പിൽ ചെയ്യുന്നത് പോലെ അതേപോലെയുള്ള കാര്യങ്ങളാണ് ഇന്ന് ഖബറുകളുടെ സമീപത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ വിശ്വാസം എന്താണ്? ഇദാ അല്ലമൂ ഖുബൂറഹും, ഈ മഹാത്മാക്കളായ ആളുകളുടെ ഖബറുകളെ ഇവർ ബഹുമാനിച്ചാൽ, എങ്ങനെയാ ബഹുമാനിക്കുന്നത്? ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും എപ്രകാരമാണ് നമ്മുടെ സമൂഹം? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ രീതിയിലുള്ള ആദരവല്ല. ഞാൻ നേരത്തെ പറഞ്ഞു ആ ആദരവ് എന്താണെന്ന്. ആ ആദരവല്ല ഇവർ പ്രകടിപ്പിക്കുന്നത്. അവരതിന്റെ മുമ്പിൽ വണങ്ങുന്നു, ജാറം മൂടുന്നു, വിളക്ക് കൊളുത്തുന്നു, അവരോട് പ്രാർത്ഥിക്കുന്നു, അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നു. കാണിക്കപ്പെട്ടിയിൽ, കാണിക്കവഞ്ചിയിൽ, നേർച്ചപ്പെട്ടിയിൽ കാശും പണവും ഒക്കെ നിക്ഷേപിക്കുന്നു. അവരുടെ പേരിൽ മൃഗങ്ങളെ നേർച്ചയാക്കുന്നു. അവർക്ക് വേണ്ടി നാളികേരവും കാർഷിക ഉൽപ്പന്നങ്ങളും നേർച്ചയാക്കുന്നു. വിവിധ ഉദ്ദേശങ്ങൾ സഫലീകരിച്ച് കിട്ടുവാൻ വേണ്ടി. ഇങ്ങനെയാണ് ഒരു മഹാത്മാവിന്റെ ഖബറുകളെ ആരാധനാലയങ്ങളാക്കി മാറ്റുന്ന ജാറ പൂജ എന്ന് പറയുന്ന ജാറ വ്യവസായം, ദർഗാ വ്യവസായം, മഖാമു വ്യവസായം നമ്മുടെ നാട്ടിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അഭിശപ്തരാക്കപ്പെടും ഈ വിഭാഗമെന്ന് നമ്മൾ മനസ്സിലാക്കുക. യഹൂദികളും നസറാനികളും അങ്ങനെ ചെയ്തുവെങ്കിൽ, അവർക്കതിന്റെ ശാപം കിട്ടിയെങ്കിൽ, അതേ പ്രവൃത്തി ഈ ഉമ്മത്തിൽ നിന്ന് ആരെങ്കിലും, അവൻ മുസ്ലിമിന്റെ പേരായിട്ട് പ്രയോജനമൊന്നുമില്ല, ചെയ്യുന്ന വിഷയമാണ് അല്ലാഹു നോക്കുന്നത്, അവർക്കും ആ ശാപം ലഭിക്കും എന്ന് ഗൗരവത്തോടു കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോ പലപ്പോഴും ആളുകൾ പറയും, ഭൂമിയിൽ നിന്ന് ഒരു ചാണിലപ്പുറം ഉയരരുത് എന്ന് പറഞ്ഞത് സാധാരണക്കാരുടെ ഖബറിനെ കുറിച്ച് മാത്രമാണെന്നും, മഹാത്മാക്കളാണെങ്കിൽ നബിമാരോ അതുപോലെ തന്നെ ഔലിയാക്കളോ തങ്ങന്മാരെന്ന് പറയുന്നവരോ അല്ലെങ്കിൽ വലിയ പണ്ഡിതന്മാരെന്ന് പറയുന്നവരോ അവരുടെയൊക്കെ ഖബറുകളുടെ മീതെ ഇങ്ങനെ ഉയർത്തുകയും എടുപ്പുണ്ടാക്കുകയും ഒക്കെ ചെയ്യാം, കുബ്ബയുണ്ടാക്കുകയൊക്കെ ചെയ്യാം എന്നിങ്ങനെ ആളുകൾ പറയാറുണ്ട്. എത്രത്തോളം വിരോധാഭാസമാണ് ആ സംസാരം സഹോദരങ്ങളെ. ഇവിടെ നിങ്ങൾ കേട്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഹൂദി നസറാക്കളെ ശപിക്കുവാൻ പറഞ്ഞ കാരണം എന്താണ്? അവർ അവരുടെ നബിമാരുടെ ഖബറുകളെയാണ് ഇപ്രകാരം
ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റിയത്. സാധാരണക്കാരുടെ ഖബറല്ല, അവരുടെ പുണ്യാളന്മാര് മരണപ്പെട്ടാൽ ഹദീസുകളിൽ പ്രത്യേകം കാണാൻ സാധിക്കും, അവരിലെ ഒരു സാലിഹായ മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു നബിയോ ഒരു സാലിഹായ മനുഷ്യനോ മരണപ്പെട്ട് കഴിഞ്ഞാൽ ബനൗ അലാ ഖബരിഹി മസ്ജിദാ, അവരാ പ്രവാചകന്റെയോ സാലിഹിന്റെയോ പുണ്യാളൻ എന്ന് പറയപ്പെടുന്ന ആ വ്യക്തിയുടെയോ ഒക്കെ ഖബറിന്റെ മീതെ അവർ എടുപ്പുകൾ ഉണ്ടാക്കും. എന്നിട്ട് അവിടെ വചനമിരിക്കും, പലവിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യും. എല്ലാം ആരാധനാപരമായ കാര്യങ്ങളാണ്. ഇനി ആ വിധത്തിലുള്ള ഖബറുകളിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ ഖബറിന്റെ സമീപത്ത് നിന്ന് അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിച്ചാൽ പ്രത്യേക പുണ്യമുണ്ടെന്ന് വിചാരിക്കുന്നവർ, എല്ലാം അബദ്ധമാണ്, എല്ലാം തെറ്റായ കാര്യമാണ്. ഇന്ന ഒരു വലിയന്റെ ഖബറിന്റെ സമീപത്ത് നിന്ന് നിസ്കരിക്കുന്നത് വലിയനൊന്നുമല്ല, അള്ളാഹ്ക്ക് തന്നെയാണ്, വലിയ പുണ്യം കിട്ടും എന്നുള്ള ധാരണ എല്ലാം അടിസ്ഥാനരഹിതമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം അതിനെ വളരെ ഗൗരവത്തോടെയാണ് കണ്ടിട്ടുള്ളത്. ഒരു ന്യായവും അതിന് പറയാനില്ല. അതുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ പോലും ഒരു ചാണിലപ്പുറം ഉയർത്തപ്പെട്ടിട്ടില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഖബറും അപ്രകാരം തന്നെയാണുള്ളത്. പിന്നെ പലപ്പോഴും ഇത് പറയും, കുബ്ബയുണ്ടാക്കാൻ തെളിവ് നബി തങ്ങളുടെ ഖബറിന്റെ മീതെ കുബ്ബയില്ലേ? ആ കുബ്ബ ആരുണ്ടാക്കിയതാണ്? അള്ളാഹുവിന്റെ റസൂലിനെ അറിയോ? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ അറിയോ? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അറിയോ? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോ അലി റളിയല്ലാഹു അൻഹുവിനോ അറിയോ? മഹാന്മാരായ ഇമാമിയങ്ങൾക്കറിയോ? മഹാന്മാരായ 4 മദ്ഹബിന്റെ ഇമാമുകൾ, സഹാബത്തിന്റെ ശേഷം ഈ ഇമാമുകൾ, അവർക്ക് ആർക്കാണ് അറിയുക? ഹിജ്റ 7-ാം നൂറ്റാണ്ടിലല്ലേ അവിടെ ആ കുബ്ബ പണിതത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിട്ട് 600 കൊല്ലങ്ങൾക്ക് ശേഷം, 600 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഒരു രാജാവ് അവിടെ കുബ്ബ പണിയുന്നത്. അത് ഇസ്ലാമിക പ്രമാണമാണോ? അത് ഇസ്ലാമിന്റെ രേഖയാണോ? നബിതങ്ങൾ വഫാത്തായിട്ട് 600 ചില്ലാനം കൊല്ലങ്ങൾ അവിടെ കുബ്ബയില്ല. നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അതാണിപ്പോ കുബ്ബ കെട്ടാനുള്ള തെളിവായിട്ട് പറയുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പടച്ചവൻ അള്ളാഹു പ്രത്യേകമായി പ്രൊട്ടക്റ്റ് നൽകിയതാണ്. അതല്ല കാണുകയായിരുന്നു ആ ഖബറെങ്കിൽ ആളുകൾ അവിടെ എന്തൊക്കെ കാണിച്ചു കൂട്ടും. കാണാതെ തന്നെ ആയിട്ട് പോലും അധികാരികളായ ആളുകളുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ആളുകൾ എന്തൊക്കെയാണ് അവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത്. പലവിധത്തിലുള്ള കാര്യങ്ങളല്ലേ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇതൊക്കെ ശാപഹേതുവായ കാര്യങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഹദീസ് വായിച്ചപ്പോൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക, ഇവർക്കിങ്ങനെ ശാപം കിട്ടുവാനുണ്ടായ കാരണം ഇതൊക്കെയാണെങ്കിൽ ഇന്നും ആളുകൾ ഇതേ പണിയാണ് ആത്മാക്കളുടെ ഖബറുകളുടെ സമീപത്ത് കെട്ടിടങ്ങൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ ആ ഖബറുകളുടെ മുകളിൽ എടുപ്പുകൾ ഉണ്ടാക്കിയിട്ട് അവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇരുന്ന് അവരോട് പ്രാർത്ഥിക്കുന്നു, അവർക്ക് സുജൂദ് ചെയ്യുന്നവരുണ്ട്, തവാഫ് ചെയ്യുന്നവരുണ്ട്, ആ ഖബറുകളെ തൊട്ടുമുത്തുന്നവരുണ്ട്, ജാറം മൂടുന്നവരും പല പ്രവർത്തനങ്ങളും ചെയ്യുന്നവരുണ്ട്. എല്ലാം ആരുടെ സംസ്കാരമാണ്? യഹൂദികളുടെയും നസാറാക്കളുടെയും അഥവാ അള്ളാഹുവിന്റെ ശാപത്തിന് ഹേതുവായി തീരുന്ന പ്രവർത്തികൾ അവരിൽ നിന്ന് സംഭവിച്ചില്ലേ? അവരിൽ നിന്നാണ് അതുണ്ടായത്. ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി പോലും, ആനായ അദ്ദേഹം പോലും അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഇതൊക്കെ യഹൂദികളുടെ കൾച്ചറാണ്, സംസ്കാരമാണെന്ന് പറഞ്ഞു. ആരാണിത് പറയാത്തത്? ഖബറിനോട് കാണിക്കേണ്ടുന്ന ആദരവിൽപ്പെട്ടതാണ്. ഖബർ സന്ദർശിക്കുന്ന വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിന്റെ ഭാഗത്ത് ചെല്ലുമ്പോൾ പോലും വളരെ മര്യാദയോടെ വിട്ടു നിൽക്കണമെന്നും, ആ റൂമിന്റെ ഭാഗത്ത് നമുക്ക് തൊടാൻ പറ്റാവുന്ന ഭാഗത്ത് ആ റൂമിന്റെ ഗ്രിൽസിലോ ചുമരിലോ പോലും തൊടരുത്, അവിടെ ചുംബിക്കരുത്, വിട്ടു നിൽക്കണം, മര്യാദയോടെ വിട്ടു നിൽക്കണം. അതിൽ തൊടലോ മറ്റ് കാര്യങ്ങളോ ബറക്കത്തില്ല. ബറക്കത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുണ്ടെങ്കിൽ അവിടുന്ന് പഠിപ്പിച്ചു തന്നതിലാണ് ബറക്കത്തുള്ളത്. അല്ലാതെ ബഹുഭൂരിപക്ഷം ജനങ്ങളും അവിടെ പോയി കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ കണ്ടിട്ട് നീ വഞ്ചിതരാവരുത്. സത്യം എപ്പോഴും പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മനസ്സിലാക്കപ്പെടേണ്ടത്. ചെയ്യുന്നവരുടെ കുറവോ ചെയ്യുന്നവരുടെ കൂടുതലോ ഒരു കാര്യം സത്യമോ അസത്യമോ ആകുന്നതിന് മാനദണ്ഡമായി കാണരുത് തുടങ്ങി ഒട്ടേറെ ഉദ്ധരണികൾ, ഞാനതൊന്നും ഇപ്പോൾ ഇവിടെ വായിക്കുന്നില്ല, ധാരാളമായി നമ്മൾ കേൾക്കുന്നവരാണ്. എല്ലാം ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുകയാണ്. അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിന്റെ സമീപത്ത് പോലും അത്ര കൃത്യമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നതെങ്കിൽ അതിൽ താഴെയുള്ള മറ്റുള്ളവരോട് ആളുകളെന്ന് പറയപ്പെടുന്നവർ ആരാണെന്ന് പോലും അറിയപ്പെടാത്തവർ, ഖബറിന്റെ ഉള്ളിൽ വല്ലതും ഉണ്ടോ എന്ന് പോലും അറിയപ്പെടാത്ത കേവലം മൺകൂനകൾ, ആ വിധത്തിലുള്ള പല കാട്ടിക്കൂട്ടലുകളും ഈ സമൂഹം ഇന്ന് ജാറ വ്യവസായത്തിന്റെ പേരിൽ സഹോദരങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടത് ശപിക്കപ്പെടുന്ന ഏറ്റവും ദുഷിച്ച പ്രവൃത്തിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വിധത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ആരാണോ ചെയ്യുന്നത്
അവർക്ക് ശാപമുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കുക.